സർ, ചില കമ്പനീസ് കയറുമ്പോൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ മാൻഡേറ്ററി എന്ന് പറയാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇപ്പൊ ഈ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം ഞാനിപ്പം ഡിപ്ലോമ കഴിഞ്ഞു, 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞു. ഇപ്പം നിങ്ങളിപ്പം ഒരു 4 ഇയർ ബിടെക് കഴിഞ്ഞു. നമ്മൾ രണ്ടുപേരും ഒരു ജോലിയിൽ തന്നെ പോയിട്ട് ഒരു വീട് വയ്ക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോയിട്ട് രണ്ടുപേരെയും എഞ്ചിനീയർ എന്ന് തന്നെയാണ് അവിടെ വിളിക്കുന്നത്. രണ്ടുപേർക്കും 2 കൊല്ലം എക്സ്പീരിയൻസ് ആയി. പക്ഷേ ഇവിടെ വരുന്നൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഡിഗ്രിക്കാരനും ഒരാൾ ഡിപ്ലോമക്കാരനുമാണ്. രണ്ടുപേരും ചെയ്യുന്ന പണി സെയിം ആണ്. രണ്ടുപേർക്കും ഈഗോ അടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം ഞാൻ 4 കൊല്ലം പഠിച്ചു, ഇവൻ 3 കൊല്ലമേ പഠിച്ചു. പക്ഷെ എൻ്റെ ചോദ്യം, ഈ 3 കൊല്ലം പഠിച്ച ഡിപ്ലോമക്കാരൻ നല്ലതുപോലെ പണിയെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ എന്ന നിലയിൽ അവരെപ്പോഴും പ്രൊമോഷൻ കൊടുക്കുന്നത് ആ ഡിപ്ലോമക്കാരനായിരിക്കും. പക്ഷേ ഡിഗ്രിക്ക് എപ്പോഴാണ് വാല്യൂ വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഒരു 2 കൊല്ലം എക്സ്പീരിയൻസ് ആയി നിങ്ങൾ ഗൾഫിലോ യൂറോപ്പിലോ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നോക്കുമ്പോൾ ആ കമ്പനിക്ക് പല പോളിസീസ് ഉണ്ടാവും. ആ കമ്പനി ആദ്യം തന്നെ എഴുതി ചേർത്ത പോളിസീസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഡിഗ്രി ഉള്ള ആൾ മാത്രമേ എൻ്റെ കമ്പനിയിൽ ഈ ഒരു പോസ്റ്റിൽ എടുക്കാവുള്ളൂ എന്ന് അവരൊരു പോളിസി എഴുതി ചേർത്തിട്ടുണ്ടാവും. ആ പോളിസി വരുമ്പോൾ ചിലപ്പോൾ അവിടെ ഈ ഡിപ്ലോമക്കാരൻ പുറകോട്ട് പോകും. കാരണം അവിടെ ബിടെക്കുകാരൻ മാത്രമേ എടുക്കാവുള്ളൂ എന്നുള്ളൊരു പോളിസി ഉള്ളത് കൊണ്ട് തന്നെ ഈ എക്സ്പീരിയൻസ് പ്ലസ് ബിടെക് എന്ന് പറയുമ്പോൾ അവിടെ ബിടെക്കുകാരനൊരു മൈലേജ് കിട്ടും. അപ്പോൾ എപ്പോഴും എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത് നിങ്ങൾ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോഴാണ്. നിങ്ങളൊരു 10 പേര് ഒരേ എക്സ്പീരിയൻസ് ഉള്ളവർ വരുമ്പോൾ അവിടെ ഹയർ എഡ്യൂക്കേഷൻ പ്ലസ് എക്സ്പീരിയൻസ് എന്നുള്ള കോൺസെപ്റ്റിൽ നിങ്ങൾ ബിടെക്കോ അല്ലെങ്കിൽ ഡിഗ്രിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. അതല്ലാണ്ട് ഒരിക്കലും നമ്മൾ ആദ്യത്തെ ഒരു 5 കൊല്ലം നമ്മൾ കരിയർ തുടങ്ങുന്ന ഒരു 5 കൊല്ലം നമ്മൾ ഡിഗ്രിയാണ് ഡിപ്ലോമയാണെന്ന് ആലോചിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും ഈഗോ അടിക്കാൻ പോയാൽ നമ്മൾ കരിയറിൽ ഒരിക്കലും മുന്നോട്ട് പോവുകയില്ല. കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. താങ്ക് യു.